ഇന്നും ഭയങ്കര കഥ മുന്നോട്ട് നയിക്കുന്ന മെയിൻ കഥാപാത്രങ്ങൾ ഒരാളാണ് താങ്കൾ. ശരിക്കും എന്താ പറയുക, നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെ അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനെ ഒരു അധികം സിനിമകളിൽ ചെയ്ത കഥാപാത്രങ്ങൾ ആ ഡെപ്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല. ഈ കഥാപാത്രം ആവാനായിട്ട് എവിടെ നിന്ന് ഇൻസ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എവിടെ റിയൽ ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ എന്നുണ്ടായിരുന്നു? അങ്ങനെ ഇന്നൊരാളെന്നില്ല. നമ്മൾ കേരളത്തിൽ കണ്ട് വന്നിരുന്ന സമരനായകന്മാരും അങ്ങനെ ഒത്തിരി പേര്, ഇന്നൊരാളും മാത്രമായിട്ട് ഞങ്ങൾക്ക് റെഫറൻസ് എടുത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ചധികം പേര് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് സമരത്തിനെ നയിക്കുന്ന, ട്രൈബിൻ്റെ മുന്നിൽ നിന്ന് അവരെല്ലാവരെയും ഒരുമിച്ച് നിർത്തി നയിക്കുന്ന ഒരു സ്ട്രോങ് ലേഡിയുടെ ക്യാരക്ടറാണ്. അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസുകൾ നമ്മൾ എടുത്തിരുന്നു. ന്യൂസിൽ നിന്നാണെങ്കിലും യൂട്യൂബ് ചാനൽസുകളിൽ നിന്നാണെങ്കിലും. പിന്നെ കൂടുതലും ഭാഷയിലാണ് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം രാവുള ഭാഷയാണ് പ്ലാൻ ചെയ്തത്. അതിനുശേഷം നമ്മുടെ കൂടെ അഭിനയിച്ചവർ എല്ലാവരും പണിയ ഭാഷ സംസാരിക്കും. നമ്മുടെ പണിയ ഭാഷ സ്ലാങ് ഭാഷ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം മലയാളം തന്നെയാണ് അവർ പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിൽ തന്നെ നമുക്ക് പ്രസാദ് എന്ന് പറയുന്ന ചേട്ടൻ നമ്മുടെ കൂടെ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡബിങ് ടൈമിലാണെങ്കിലും നമുക്ക് ഒരു സ്ലാങ് കറക്റ്റ് ചെയ്യാനൊക്കെ പുള്ളി കൂടെ നിന്ന് എഫേർട്ട് അവരും എൻ്റെ ഒപ്പം തന്നെ പണിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേരുടെ എഫേർട്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് പൊക്കിയതല്ല. കാരണം എനിക്ക് അത്രയും സപ്പോർട്ട് ഇപ്പം അനുരാജും അഭിനയം മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ AD ടീം ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ ചിലപ്പോൾ ദൂരെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കൂടെയുള്ള ഈ മൂവിയുടെ AD ടീംസ് ആണെങ്കിലും ഓടിയാണ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാനും പിടിക്കാനൊക്കെ അവരും ഒത്തിരി എഫോർട്ട് ഉണ്ട്. കുറച്ചും പറയാൻ ചോദിക്കുക, അതായത് ചൂണ്ടെന്ന് പറഞ്ഞാൽ ചൂണ്ടുകാരിൽ ഒടിക്കുന്ന പല ഇൻസിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം രഞ്ജിപ്പിക്കുന്ന സിനിമകളൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലത്തെ സിനിമകൾ ഇപ്പം മലയാളത്തിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയാൻ പോലും മടിയാണ്. പറഞ്ഞാൽ അത് തെറ്റല്ല എന്ന രീതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും സിനിമകൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു മുന്നോട്ട് വെക്കാനായിട്ട് ഒരു മടിയാവും. അതോ അതിൻ്റെ നിയമം സംരക്ഷിക്കുന്നവരെ ശിക്ഷിക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആസ് എ ആർട്ടിസ്റ്റ് തോന്നുന്നത്? അല്ല, എന്നും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ? പിന്നെ നമുക്ക് ചെയ്യാനുള്ള സിനിമകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ വരും വരായകളെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതായി പോകും. അപ്പം ഞാനിങ്ങനെ അങ്ങനെ അധികം ഓവർ തിങ്ക് ചെയ്യാറില്ല. സിനിമയിൽ വരുമ്പോൾ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല. പിന്നെ കലയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ. ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ. ആ എല്ലാ സിനിമയും സാരോപദേശ കഥയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കണം. ചുരുങ്ങിയ പക്ഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അതും ഇതങ്ങനെ പറഞ്ഞല്ലോ, ഇതങ്ങനെ ഒരു സാരോപദേശം അങ്ങനത്തെ സിനിമയും അല്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്നതിൽ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ സിനിമ കാണാനാണ് നിങ്ങൾ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അസംപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിൽ ഈ സിനിമയെ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ചിരിക്കും. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മളെന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരെ പോയിന്റ് വരും. ആ ഏതെങ്കിലും വിരൽ ചൂണ്ടുകയാണെങ്കിൽ ആ വിരൽ എൻ്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പല രീതിയിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോഴും പക്ഷെ നമ്മുടെ മുകളിലേക്ക് മാത്രമേ നോക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്ത് ഇങ്ങനൊരു ആശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കണ്ടു ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അതിന് വിമർശിക്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടേണ്ടയോ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യ നാടെന്നാണോ ജനങ്ങളുടെ മേലുള്ള ആധിപത്യമുള്ള നാടെന്നാണോ തോന്നുന്നത്?
എന്നൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നിട്ട് മോന് പറയാനുള്ള അതിലേക്ക് കുത്തിയിട്ട് അല്ലല്ല, എന്റെ ഉത്തരം നേരത്തെ ഗസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല, ചോദ്യങ്ങൾ ചോദിക്കാം. ഞാൻ ചോദിച്ചതാണ്. അല്ല, എന്റെ ഉത്തരം ഇതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അധികാരത്തിന്റെ പുറത്ത് എന്തൊക്കെ നടക്കുന്നു നമുക്ക് ചുറ്റും അറിയാം. കാരണം പല ഇൻസിഡൻസ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് വെളിയിൽ വരുമെങ്കിലോ പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്നോ പിന്നെ എന്താണ് അവരുടെ ചെയ്തതെന്നോ പലപ്പോഴും അറിയാറില്ല. അപ്പം ജനാധിപത്യം എന്ന് പറയുമെങ്കിലും പക്ഷേ ജനങ്ങളുടെ മേലുള്ള ആധിപത്യം വേണ്ട പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടൊവിനോയുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്, മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പൊ ഇതല്ലേ ടൊവിനോയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടൊവിനോയ്ക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഭയങ്കര മോശമാണ്. ബാവക്കാടാണ് ഇവിടെ ബാവക്ക പറയുന്ന കേട്ടു 100 സിനിമകൾ, അതിലപ്പുറം ഈ സിനിമയ്ക്ക് താങ്കൾ എടുത്തിരിക്കുന്ന ഒരു എന്താണെന്ന് എനിക്കറിയില്ല. താങ്കൾ അത്രമാത്രം കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. താങ്കൾ ഇത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവാർഡ് വാങ്ങിയ വ്യക്തിയാണ്, കുറേ സിനിമകൾ ചെയ്തു. ഇതിൻ്റെ ഒരു സെറ്റ് വർക്ക് താങ്കൾക്കൊരു ചലഞ്ചായിരുന്നു എന്ന് എനിക്ക് സ്വയം തോന്നുന്നു. കാരണം നിങ്ങളിപ്പോഴും മുത്തങ്ങ അല്ല എന്ന് പറയുമ്പോൾ ഞാൻ മുത്തങ്ങയിൽ തന്നെ നിൽക്കും കണ്ടു, അതിനകത്തൊരു മാറ്റമില്ല. അതിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അവിടെ പോയി നേരിട്ട് കണ്ട അനുഭവമുള്ള ആളാണ്. അത്തരം ഒരു വർക്ക് താങ്കളുടെ ഈ കൈകളിൽ ഭദ്രമായിരുന്നു. ആ റിസ്ക് എങ്ങനെയാണ്? ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ പടങ്ങൾ ചെയ്തതിൽ ഒരു പടം എൻ്റെ മനസ്സിൽ എന്നെന്നും തങ്ങുന്ന ഒരു പടമായിരിക്കും ഈ നരിവേട്ട എന്ന ഫിലിം. ഉറപ്പായിട്ടും അതിൽ യാതൊരു സംശയമില്ല. മേ ബി ഞാൻ ഈ പടം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ അനുരാഗിൻ്റെ അടുത്തും സ്ക്രിപ്റ്റ് റൈറ്ററും പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചെറിയ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പടമാണ്. ഞാൻ എല്ലാ വർക്കും ഇന്നും 100 പടം ചെയ്താലും ഇപ്പം ചെയ്യുന്ന പടത്തിൽ ഞാൻ ആദ്യത്തെ പടമായിട്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാം അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാണ്ട് നത്തിങ്. ഐ വോണ്ട് ടു ലേൺ ഫ്രം സിനിമ. ആരും സിനിമയെ ഫുള്ളായിട്ട് പഠിച്ച ഇൻഡസ്ട്രിയിൽ ആരും തന്നെ ഇല്ല. ഇന്ന് വേറെ ഏത് ടെക്നീഷ്യൻ എടുത്ത് ചോദിച്ചാലും എല്ലാവരും പറയും ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഇത് കിട്ടി, ഇൻസ്ട്രക്ഷൻസ് കിട്ടി, ഇങ്ങനെ ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെ വേണം. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അതിൽ എന്താണ് നമുക്ക് ബെസ്റ്റ് കൊടുക്കാം. വി ഡോണ്ട് ഗിവ് ദ എക്സാക്ട് തിങ് ബട്ട് വി ഗിവ് സംതിങ് മോർ എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അത് ഉറപ്പായിട്ടും ഈ പടത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കണ്ട റെഫറൻസിൻ്റെ വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എക്സാക്റ്റ് അല്ല അത്. എന്നാൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ, അതായത് പബ്ലിക്കിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൾമോസ്റ്റ് നമ്മളെ ADs-ഒക്കെ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞു, ബാബ നിങ്ങൾ ഇട്ട സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഞാൻ ഇന്നും വർക്ക് ചെയ്യുന്നത് ആസ് എ AD അല്ലെങ്കിൽ ആസ് എ അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഐ ആം നോട്ട് വർക്കിംഗ് ആസ് ആർട്ട് ഡയറക്ടർ. അത് ഇന്നും അത് തന്നെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എത്ര എനിക്ക് പടം കിട്ടിയാലും അത് തന്നെ ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, ബാബ വളരെ നന്നായിരുന്നു എനിക്ക് ഒരു സെറ്റ്, അത് ഭയങ്കര റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ള. അപ്പോൾ അത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്യാൻ പറ്റും. മീൻസ് അത് ഇനി അവാർഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതന്നെ വലിയൊരു അവാർഡായിട്ടാണ്. കാരണം ഇതിൽ മെയിൻ പാർട്ടുണ്ട്. ഞാൻ എന്തൊക്കെ സെറ്റ് വർക്ക് ചെയ്താലും ഒരു ഡയറക്ടറും ഒരു DOP-യും ആണ് അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ദ ഫ്രെയിം എന്ത് വരും എന്നുള്ളത് നമുക്കറിയണം. ഒരു സെറ്റ് ഇടുന്നതിന് മുമ്പ് എന്താണ് ഫ്രെയിം എന്നുള്ളത് ആദ്യം അറിയണം. അതിന് ശേഷമാണ് സെറ്റ് ഇട്ടാൽ ആ ഫ്രെയിമിൽ ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. ഞാൻ എപ്പോഴും തന്നെ ക്യാമറയുടെ പിന്നിൽ തന്നെ ഉണ്ടാവും. അതായത് ഒന്നിക്ക് മോണിറ്ററിന് മുമ്പിലുണ്ടാവും, അല്ലെങ്കിൽ ക്യാമറയുടെ പിന്നിലുണ്ടാവും. കാരണം ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വർക്കിനെ. അതുകൊണ്ട് എൻ്റെ വർക്ക് എല്ലാം നന്നായിട്ട് വരുന്നുണ്ടെന്നാണ് വിചാരം. ബാക്കി എൻ്റെ വർക്കിനെ കുറിച്ച് പറയണമെങ്കിൽ അനുരാഗ് സാർ തന്നെ പറയണം അതിൻ്റെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടാണ് നമ്മൾ ഒത്തിരി പ്രസ് മീറ്റുകളുണ്ട്. ഇങ്ങനെ ഒരു ആർട്ട് ഡയറക്ടറിനെ കൊണ്ട് ഇരുത്തി പ്രസ് മീറ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ടാണ്. അല്ല, ഇതിൽ ബാവക്കയുടെ എന്ന് വെച്ചാൽ നമ്മൾ റക്കി പരിപാടികളുണ്ടല്ലോ, ഈ ലൊക്കേഷൻ നമ്മൾ മനസ്സിലുള്ള ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യണമല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു വണ്ടി പോകുന്ന ലൊക്കേഷനിലായിരിക്കില്ല പലപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇറങ്ങി നടക്കുകയാണ് പതിവ്. അപ്പം ബാവക്ക ആണ് എൻ്റെ പുറകിൽ, നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ പുറകിൽ ദൂരെയാണ്. അപ്പോൾ കിലോമീറ്റേഴ്സ് നമ്മൾ ഒരുമിച്ച് നടക്കും. അപ്പോൾ കടുവ, പുലി അങ്ങനെ സകല സങ്കേതങ്ങളുള്ള കാടുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം
പുറകിൽ നമ്മൾ ഓർമ്മയുണ്ട് ഒരു വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഏതാണ്ട് ഒരു 50-60 പന്നി കൂട്ടം ക്രോസ് ചെയ്ത് ജസ്റ്റ് മിസ് നമ്മൾ ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അതൊക്കെ പറയുന്ന അലർജി കൊണ്ടാണ് പുള്ളിക്ക് അതിന് എക്സ്പീരിയൻസ് കൊണ്ട് വരും. നമ്മൾ ഭ്രാന്തമായി ഇങ്ങനെ അലഞ്ഞു പോവാണ്. അപ്പോൾ പന്നി കുത്തി മരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അന്ന് ബാവക്കയുടെ ഒരു ഇടപെടലൊക്കെ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർക്കുക, നമ്മുടെ കൂടെ ഇറങ്ങി നടക്കുകയും. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ മുത്തങ്ങ സമരം അല്ല എന്നല്ല നമ്മൾ പറഞ്ഞു. മുത്തങ്ങ സമരം ചേർന്നാണ് ഈ സിനിമ. മുത്തങ്ങ സമരത്തെ നമ്മൾ ഗണ്ണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആ സമയത്ത് വർക്ക് ചെയ്ത മാധ്യമപ്രവർത്തകർ മുത്തങ്ങ സമരത്തിൽ അന്ന് നിങ്ങൾ കണ്ട കാഴ്ചയെ പറ്റി ഇപ്പോൾ പറയാമോ? അത് ഇവിടെ എത്ര പേർക്ക് അറിയാം ഈ പുതിയ മാധ്യമങ്ങൾ? ഇത് നടക്കുമ്പോൾ ഈ മുത്തങ്ങ സമരം നടക്കുന്ന സമയത്ത് എനിക്കും രാജനൊക്കെ 13-14 വയസ്സാണ് പ്രായം. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും സ്കൂളിൽ പഠിക്കുകയോ അങ്ങനെയുള്ള സമയത്തായിരിക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. ഇവിടെ ഇരിക്കുന്ന പലരും ആ സമയത്ത് ജനിച്ചിട്ട് പോലുമില്ല. 2003 ശേഷം ജനിച്ചവരുടെ ഇല്ലേ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കൈവക്കാമോ? കണ്ടോ? 2003 ശേഷം ജനിച്ചവരുണ്ടല്ലോ. അപ്പോൾ അവിടെ അന്ന് കൃത്യമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് എന്താണ് അവിടെ സംഭവിച്ചത് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന, നമ്മൾ ഇപ്പോൾ വാർത്തയിലും പത്രത്തിലും കണ്ടതിനപ്പുറത്ത് അതിനകത്ത് അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയേണ്ടത്. ഇപ്പോൾ ഹൈദർഖാനെ പോലെ അവിടെ ആ സമയത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും അറിയാം. ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറയുന്നതിനേക്കാൾ, ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് തീർച്ചയായിട്ടും കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ആ സമയത്ത് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കണ്ട കാര്യങ്ങളോ വല്ലതും പറയാമോ? അല്ല, അവിടെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെല്ലുന്നത്. നമ്മൾ ആദ്യം ചെല്ലുന്നുള്ളൂ. ആദ്യം ചെന്ന അടുത്ത ബ്യൂറോയിൽ നിന്നാണ് പോകുന്നത്. പിന്നീടാണ് നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അവിടെ 2 പേരെല്ലാം മരിച്ചിരിക്കുന്നു. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. മുത്തങ്ങ സമരത്തിൽ ഇന്ന് വരുന്ന വാർത്തകൾ 2 പേരും, ഒരു പോലീസുകാരനും ഒരു ആദിവാസിയും മരിച്ചുവെന്ന് അത് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഒരു മാധ്യമപ്രവർത്തകൻ. ഞാൻ ഒരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല. കാരണം അത്രമാത്രം വലിയ വേട്ട നടന്ന സംഭവമാണ്. ഈ പേര് പോലെ തന്നെ അത്രമാത്രം വേട്ടയാടിയപ്പെട്ട ആദിവാസികളാണ്. ആദിവാസികൾക്ക് നേരെ ഉണ്ടായ അതിക്രമം വലുതായിരുന്നു. അതിനുശേഷം വലിയ സമരം, ഈ പറഞ്ഞ പോലെ ആറോൺ സമരത്തിന് ഞങ്ങൾ പോയതാണ്. അവിടെയും റബ്ബറിന്റെ മുകളിൽ നിന്ന് മണ്ണെണ്ണ ഒഴിക്കുന്ന പെട്രോൾ ഒഴിക്കുന്ന സമയത്തും അതും റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ ഇത് നീതിപൂർവമാണ് ഈ സിനിമ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം സമ്പാദിക്കാൻ പോകുന്ന സിനിമ ഇതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്ക്. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസമാണ്, 2 പേരല്ല അവിടെ മരിച്ചതെന്ന് ഞാൻ എവിടെയും ഏത് ചർച്ചയ്ക്കും വന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഇനി സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പറയാൻ പറ്റും പല കാര്യങ്ങളും. സിനിമയ്ക്ക് മുമ്പ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അത് കഴിഞ്ഞിട്ടാണ്. അതെ, ഇവിടുന്ന് പോയ നമ്മുടെ ഒരു ക്യാമറമാനുണ്ട്, റിപ്പോർട്ടർ പ്രദീപ് ഇവിടെ ഉണ്ട്. പ്രദീപ് വന്ന് കാസർഗോഡാണ് ഇന്ത്യ വിഷനുള്ളത്. പ്രദീപ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പ്രദീപ് കാസർഗോഡിൽ നിന്ന് മുത്തങ്ങയിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. ഇവിടെ ഉണ്ടായ ക്യാമറയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടീമിലുള്ള. അന്ന് ഇന്ത്യ വിഷനിലായിരുന്നു, അന്ന് കാസർഗോഡ് ബ്യൂറോയിലായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ മുത്തങ്ങയിലേക്ക് പോകണമെന്ന് പോയി എന്നിലും മുമ്പെത്തിയ ഒരു ക്യാമറയാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ കുറെ പേര്, എനിക്ക് ഇവിടെ ഉള്ള മെയിൻ ചാനലിലെ ക്യാമറമാൻ എത്ര പേരുണ്ടെന്ന് അറിയില്ല അവിടെ പോയത്. ഞാൻ കണ്ട കാഴ്ചകൾ എന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ആ വേദനിപ്പിക്കുന്ന കാഴ്ചയിൽ നിരപരാധിയായ ആദിവാസികളും അതിൽ നിരപരാധിയായ പോലീസുകാരും ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അത് കണ്ണു നനയിച്ച കാഴ്ചകൾ ഇഷ്ടം പോലെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഇത്ര യാത്ര ചെയ്യുന്നത്. ഈ സിനിമ എനിക്ക് കാണാനുള്ളൊരു എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് എത്രയും പെട്ടെന്ന് 23-ാം തീയതി വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. 16-ാം തീയതി വരെ അന്ന് എല്ലാ പരിപാടിയും ക്യാൻസൽ ആയിട്ടിരിക്കണം. ഒന്ന് കണ്ടാൽ പോലെ സിനിമ 2-3 പ്രാവശ്യം കണ്ടാലേ എനിക്ക് സിനിമ ഉള്ളിലേക്ക് കയറുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം എനിക്കറിയാവുന്ന കുറേ വേദനകളുണ്ട്. എനിക്കിപ്പോഴും തോന്നുന്നു, അതിങ്ങനെ ഒരു പ്രോഗ്രാം ഒരു അമ്മ പറഞ്ഞ എൻ്റെ കണ്ണു നനച്ച, എൻ്റെ മകന് കയറിക്കിടക്കാൻ ഒരു ഭൂമി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സമരത്തിന് പോയെന്ന് പറഞ്ഞു. എൻ്റെ മോന് കിടക്കും, അതുകൊണ്ട് ഞാൻ പോയി. അമ്മയെന്നതിലേക്ക് ഞാൻ പോയി. അങ്ങനെ എത്ര ആദിവാസികളെ കണ്ടാണെന്ന് ഞാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നിങ്ങളതിൽ നീതി പുലർത്തിയിട്ടുണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ നീതി പുലർത്തി, ഡയറക്ടറും അഭിനയിച്ചവർ നീതി പുലർത്തിയിട്ടുണ്ട്. ഈ സിനിമ നമ്പർ 1 സിനിമയായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. നമ്മൾ എന്ത് കഥ പറയുമ്പോഴാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവണം എന്ന് വാശി പിടിക്കാനോ പറ്റില്ല. ഇതൊരു ആർട്ട് ഫോമാണ്. ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ ആരോഗ്യം കൂടിയേ തീരൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒരിക്കലും കുത്തിക്കയറ്റാൻ പറ്റില്ല. ഏച്ചുവെങ്കിൽ അത് മുഴച്ചിരിക്കും. ചില സിനിമകൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കും അതിൻ്റെ പേർപ്പസ്. അതിനകത്ത് നമുക്ക് അതിൽ നിന്ന് ഉൾക്കാഴ്ചകൾ ഉണ്ടാകുന്നതൊക്കെ ഉണ്ടാവാം, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു മീഡിയം ആയതുകൊണ്ട്. പക്ഷെ ഈ സിനിമയിൽ നമ്മൾ കഥ പറയാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് അത് പരമാവധി നീതിപൂർണമായിട്ട് പറയണം എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത്
സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങളിലൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്ന എഡിറ്ററായിരിക്കും അല്ല, ഈ സിനിമ ഫുൾ ഫുട്ടേജ് കണ്ടിരിക്കുന്ന ഇദ്ദേഹമായിരിക്കും. എഡിറ്റ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യേണ്ട. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലായിരിക്കും ഈ സിനിമ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ഇപ്പോൾ തറച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പിന്നെ ഇത് പത്രങ്ങൾ കണ്ട വാർത്തകളുണ്ട്, ഇതുമായിട്ട് പല സംഭവങ്ങളുണ്ടാവും. അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ സിനിമയെക്കുറിച്ച് വലിയൊരു ഐഡിയ ആയിരിക്കും മനസ്സിലുണ്ടാകുന്നത് അല്ലേ. ഈ കഥ കേട്ടിട്ടുണ്ട്, എഡിറ്റിംഗ് ഫുൾ ഫുട്ടേജ് അവിടെ എത്തുന്നു, ഇതിൽ നിന്ന് ഏത് കളഞ്ഞാലായിരിക്കും ഏത് ചേർത്താലായിരിക്കും ഒരു വല്ലാത്തൊരു പ്രത്യേകിച്ച് ഞാനത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം തീർന്നതിന് ശേഷമാണ് അനുരാജ് കാണാൻ വരുന്നത് സിനിമ. ഇതിൽ ലാസ്റ്റ് ഒരു ടൈലറിൽ വരുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ എഡിറ്റിൽ കുറച്ച് ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ 1-2 സീൻസുകൾ മാറിയിട്ടുണ്ട്. ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അനുരാജ് കാണാൻ മുകളിലേക്ക് പോയി. ഞാൻ ഇരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഇവൻ കണ്ടിട്ട് വന്ന് തറക്കിക്കും, തിരിച്ചു മാറ്റും. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ച് ഞാൻ അടിയിലിരിക്കുന്നു. അതേപോലെ തന്നെ ഇവനും അവനെന്തെങ്കിലും മാറ്റിയിട്ടുണ്ടായിരിക്കും, ഞാനത് തിരിച്ചു മാറ്റും എന്ന് വിചാരിച്ച് ഇവനും പോകും. അങ്ങനെ ഇവൻ പടം കണ്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഒന്നും സംസാരിക്കാതെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാൻ വിചാരിച്ച് പണി പാടി. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കണ്ണൊക്കെ നിറഞ്ഞ്. സോ അതായിരുന്നു ഈ പടം. ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്ന ആ സമയത്ത് അവൻ്റെ റിയാക്ഷൻ അതായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേര് പടം കണ്ടു. പടം കണ്ട ആൾക്കാരുടെയൊക്കെ ഒരു പോയിന്റ് ഉണ്ട് ഇതിൽ. ആ ഏരിയയൊക്കെ എത്തുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു ഞാനിത് വർക്ക് ചെയ്യുന്ന സമയത്ത്. ഡയറക്ടറിനോട് ഇവിടെ ഹിസ്റ്ററി സെറ്റ് ഓഫ് ലൈഫ് എഗ്രീഡ് അപ്പോൺ എന്ന് പറഞ്ഞ നെപ്പോളിയൻ്റെ ഒരു കോട്ടുണ്ട്. അപ്പം നരിവേടിലേക്ക് വരുമ്പം ട്രൂ ഇവൻറ്റും ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സിയിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് താങ്കൾക്കാണ്. പക്ഷെ അവിടെ ടോവിനോ എന്ന് പറയുന്ന ഒരു നടൻ ഈ ചോദ്യങ്ങൾ കേൾക്കേണ്ടി അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. ഇപ്പം ടോവിനോ തന്നെ അഭിനയിച്ച ഇപ്പം എംപുരാനിലാണെങ്കിൽ കൂടി നമുക്കത് കാണാൻ സാധിച്ചു. അപ്പം അതിനോട് താങ്കളുടെ ഒരു പ്രതികരണം എന്താണ് ഡയറക്ടർ? അല്ല, ഇത് നമ്മൾ 23-ാം തീയതി റിലീസ് ചെയ്യുന്ന ദിവസം തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ ഈ സിനിമ. നമ്മളിപ്പോൾ കഴിഞ്ഞ ഞാൻ 4 വർഷമായി ഈ സിനിമ തിരക്കഥയാവുന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ള യാത്രയിൽ ടൊവിയുണ്ട്. ഇതിൽ മോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻസും ഉണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം ഷമീർ ശരിയും ഈ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. മറ്റ് ചില സാങ്കേതിക കാരണങ്ങൾ മാറിയതാണ്. അപ്പോൾ ഒരാളെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമ ചെയ്യുന്നതിന് അതിന് വാലിഡിറ്റി ഇല്ല ആക്ച്വലി. ഇപ്പം നിങ്ങളുടെ ചിന്തയിൽ ഓടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾക്ക് ഈ സിനിമ കൊണ്ട് ഇവിടെ ഏത് ഓഡിയൻസിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും, അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എന്ത് എലമെൻറ്റ്സ് ഈ സിനിമയിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നത് മാത്രമേ നമുക്ക് അറിയുന്നത്. സിനിമ ഒരു പ്രൊഡ്യൂസർ ഇപ്പം ഇന്ത്യൻ സിനിമ കമ്പനി എന്നുള്ള പുതിയൊരു സിനിമ കമ്പനിയുടെ ഭാഗമായിട്ടാണ് സിനിമ മുന്നോട്ട് വരുന്നത്. ഷിയാസ് ടിപ്പു എന്ന് പറഞ്ഞ 2 പേരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആത്യന്തികമായി ഇതൊരു കമ്മോഡിറ്റിയാണ്, ഒരു വിൽപ്പന ചരക്കാണ്. അപ്പോൾ അതിനെ വിറ്റ് പോകണം, അതിന് അവർക്ക് പൈസ തിരിച്ചു കിട്ടണം എന്നതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം കൂടുക. പിന്നെ വിവാദങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ഏത് സിനിമയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂവിരിയുന്നതും ചന്ദ്രൻ അസ്തമിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും മാത്രം നമുക്ക് കാണിച്ചാൽ പോരല്ലോ. അത് ആർജവത്തോടു കൂടി അതിനെ ടേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നീഷ്യനും ആർട്ടിസ്റ്റുമാണ് നമ്മളെല്ലാവരും എന്ന് അവർക്കെല്ലാം തന്നെ സ്വയം ബോധ്യമുള്ള ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്കും ബോധ്യമുള്ളതാണ് കേട്ടോ വീട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചർച്ച ചെയ്ത വിഷയം. അപ്പോൾ അതിൽ ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ പറഞ്ഞ പോലെ സംവിധായകം എന്നുള്ളത് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ അതിനെ ആ രീതിയിൽ തന്നെ എടുക്കുന്നു എന്ന് പറയാം. ഈ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് ഈ സിനിമ ഈ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് വൈകുന്നേരം വീട്ടിലേക്ക് അരി പഞ്ചസാര മണ്ണെണ്ണയൊക്കെ മേടിച്ചുകൊണ്ടിരാൻ പറയുകയാണെങ്കിൽ സംവിധായകന്റെ ഭാര്യയാണ്, മാധ്യമപ്രവർത്തകയാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഈ സിനിമ ഒന്ന് റിലീസായി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടോളാം, അതുവരെ കുറച്ച് ദിവസം മിസ് ചെയ്യും. അതെ, അതെന്തായാലും വിടണം. എന്തായാലും ഇപ്പോഴൊക്കെ വളരെ ചുരുക്കം മാത്രമേ കാണാറുള്ളൂ. ഈ ചർച്ചകൾക്കപ്പുറത്ത്, റെഫറൻസിനപ്പുറത്ത് ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒരു തിയേറ്റർ വാച്ച് സാധാരണ ജനങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് പോകുക? എനിക്കുള്ള ഒരു 3 കാര്യങ്ങളിൽ ഒന്ന് ഇതൊരു ടോവി ചിത്രം എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ വളരെ സിമ്പിളായി മുന്നോട്ട് വെക്കുന്ന മറ്റ് 2 കാര്യങ്ങൾ? അല്ല, ഇതിൽ ആദ്യം തന്നെ നമുക്കെല്ലാവരെയും പോലെ തന്നെ ഇതൊരു ടൊവിനോ സിനിമയാണ്. ടൊവിനെയാണ് നമ്മൾ ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന ഇത്. പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു നല്ല ചോക്ലേറ്റിൻ്റെ കവർ, പിന്നെ അകത്ത് നല്ല ചോക്ലേറ്റ് ആണെങ്കിൽ പുറത്ത് നന്നായിട്ട് കവർ ചെയ്ത് മാത്രമേ ഇത് മാർക്കറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പം ഇതിൽ ഞാൻ ഈ പറഞ്ഞ 14-15 വർഷമായി ഞാൻ കുറച്ച് സിനിമകൾ അസോസിയേറ്റ് ചെയ്തു.
എങ്ങനെ നല്ല സിനിമ ചെയ്യാം, എങ്ങനെ മോശം സിനിമ ചെയ്യാം എന്നുള്ള ലേണിംഗ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് വെച്ചിട്ട് എല്ലാവർക്കും, ഇപ്പം നേരത്തെ ഇപ്പോൾ 2003 ജനിച്ച ഒരാൾക്ക്, ഇപ്പോൾ കൗമാരക്കാരനായിട്ടുള്ള ഒരു യുവാവാണ് അയാൾ നമ്മുടെ ഇനീഷ്യൽ ഓഡിയൻസിനെ സ്വാധീനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് കൂടി എൻ്റർടൈൻഡ് ആവുന്ന തരത്തിൽ ഉള്ള ഒരു സിനിമയാവണം. മാത്രമല്ല ഇതിൽ വാണിജ്യപരമായ മറ്റു താല്പര്യം, നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസറിന് കാശ് കിട്ടണം. ഈ 3 താല്പര്യങ്ങളാണ് അതിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ടൊവിയും സുരാജേട്ടനും ചേരൻ സാറും ഇതിൽ അഭിനയിച്ച മുഴുവൻ ആൾക്കാരും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അവരുടെ എഫേർട്ട് ആ സിനിമയിൽ കാണാനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോറി, എന്ത് മൊമെന്റ്സ്? ഹൈലി മൊമെന്റ്സ്. ഒരു സീൻ ഞങ്ങൾക്കൊരു മലയാളം പോയാലായിരുന്നു, അത് ഭയങ്കര ഹൈ മൊമെന്റ് ആയിരുന്നു. അല്ല അങ്ങനെയല്ല, പുള്ളി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. പുള്ളിയുടെ സിനിമകൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഫോട്ടോഗ്രാഫി മുതലാണ് പുള്ളീനെ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച കാരണം കൊണ്ട് ഞാൻ പുള്ളിയുടെ കുറേ സിനിമകൾ, പുള്ളി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളും പുള്ളി അഭിനയിച്ച സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ആൾ ഞങ്ങളതല്ലാതെ ഞങ്ങൾ സിനിമാ ചർച്ചകളും ഇതിനു മുമ്പ് ഒരു 2022-2023 സമയത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് അവസരം കിട്ടുമ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ പുള്ളിയുടെ, എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ റിയൽ ലൈഫ് ഒരു പുള്ളിയുടെ ശരിക്കുള്ള ജീവിതകഥ എന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ അച്ഛൻ ഒരു തിയേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നു, അമ്മ ഒരു സ്കൂൾ ടീച്ചർ. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് ആ സിനിമയോടുള്ള ആ ഒരു അഭിനിവേശം തുടങ്ങുന്നത് അച്ഛനിൽ നിന്നാണ്. അപ്പോൾ ടൂറിംഗ് ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നു. അവിടെ നിന്ന് പുള്ളി ചെന്നൈയിൽ വന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി. അവിടെ നിന്ന് പുള്ളി സിനിമയിൽ അഭിനയിക്കുന്ന, സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരാളായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തുണ്ടായിട്ടുള്ള പുള്ളിയുടെ വീട്ടുകാരുടെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ സിനിമ പാരഡൈസ് എന്നുള്ള സിനിമയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. അതുപോലെ പുള്ളി ഞങ്ങളങ്ങനെ കുറേ സിനിമാ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രിയമതയോടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പ്രിയമത ഇപ്പം പാട്ട് മിന്നൽ വള എന്ന സോങ് ഇറങ്ങിയത് പ്രിയമത മിന്നൽ വള എന്ന സോങ് ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ തങ്ങൾ വളരെയധികം ട്രെൻഡിങ് ആണ്. അപ്പം എടുത്ത് നോക്കിയാൽ തന്നെ കേരളത്തിലൊരു പ്രശ്നം തന്നെ വേണം പറയാം. അപ്പം സോഷ്യൽ മീഡിയയിൽ അത്രയും വൈറലാണ്, ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൂടെ ആയാലും അത്രയും നന്നായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ടൊവിനോ എന്ന് പറയുമ്പോൾ നമുക്കൊരു റൊമാൻറ്റിക് ചോക്ലേറ്റ് ഹീറോ എന്ന ലെവലിലേക്ക് നമുക്ക് ആ സീൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ടൊവിനോ എന്ന ഒരു ആക്ടർ? ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ അത്രയധികം ഫോളോ ചെയ്ത വർക്ക് വൺ ഓഫ് ദി ആക്ടേഴ്സ് ടൊവിനോ തന്നെയാണ്. ആൻഡ് എനിക്ക് വളരെയധികം ആരാധനയുള്ളൊരു ആക്ടറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ആക്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ബെനിഫിഷ്യലാണ്. ആൻഡ് മിന്നൽ വള ഇത്രയും ഹിറ്റായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പം എവിടെ പോയാലും ഞാൻ ഈ പാട്ട് കേൾക്കാറുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഏത് ക്യാബിൽ കയറിയാലും ഇപ്പോൾ ഈ പാട്ടാണ്. സോ അതെനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ. സോ അത് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് എന്തായിരുന്നു? ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് എന്തായിരുന്നു? മൈൻഡിൽ വന്നത്, ഇതിപ്പോൾ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ് ആണ് ഈ പടം കാണുന്നുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയേനെ എന്തെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഒരു ഭാഗമായാൽ നല്ലതായിരുന്നു എന്ന് തോന്നിയേനെ. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത്രയും അടിപൊളിയാണ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പടത്തിൽ ഞാനൊരു ഭാഗമാണ്. നമ്മളൊരു ക്യാമ്പിലെ 2 പോലീസുകാരെ എടുത്താൽ അവരുടെ ഐഡിയോളജീസ് വ്യത്യാസമായിരിക്കും, രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ വ്യത്യാസമായിരിക്കും, ആശയങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷെ ഇവർ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആശയങ്ങൾക്കവിടെ പ്രസക്തിയില്ല. അവർ പോലീസുകാരാണ്, അവരുടെ ഉദ്യോഗസ്ഥർ എന്ത് പറയുന്നത് അത് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു ലാത്തി ചാർജിന് പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ആദിവാസി സമരം അടിച്ചമർത്താൻ പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിലും, ഒരു 100 പേര് പോയാൽ അതിലൊരു 60 പേർക്കും അറിയായിരിക്കും നമ്മൾ ചെയ്യുന്നതല്ല ശരി, അവരുടെ ഭാഗത്താണ് ശരി. പക്ഷേ ഡ്യൂട്ടിയാണ്, അത് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഈ നരിവേട്ടയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇവന്റ്സ്, ഇങ്ങനത്തെ മൊമെന്റ്സ് ആണോ, അതെയോ ഈ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും ജോലി ആയതുകൊണ്ട് ചെയ്യേണ്ടി വരുന്നത് പോലീസുകാരുടെ ഇമോഷൻസിനെയാണോ ഈ പടം ഹൈലൈറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു പ്രിവിലേജ് ഇല്ലാത്ത ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ്, പട്ടാളം തുടങ്ങിയിട്ടുള്ള. ഇപ്പോൾ കൊറോണയുടെ സമയത്താണെങ്കിലും
അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസുകാരനെ ആലോചിച്ച് നോക്കും. നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ചൂടിൽ നമുക്ക് ഏതെങ്കിലും തണലത്തേക്ക് കയറി നിൽക്കാനായിരിക്കും നമ്മളെപ്പോഴും ആലോചിക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ യാത്രകൾ മുടങ്ങാതിരിക്കാൻ, നമ്മളെ ട്രാഫിക് മറ്റേ ബുദ്ധിമുട്ടിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും അപ്പൂരി വെയിലത്ത് നിന്നിട്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കുള്ള അത്രയ്ക്കും ഓപ്ഷൻസ് ഇല്ല. ആ വെയിലത്ത് നിൽക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർ നിൽക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഒരു കൊറോണയുടെ സമയമാണെന്ന് വിചാരിക്കുക. കൊറോണയുടെ സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരുപോലെയല്ല. ഇപ്പോൾ കൊറോണ വരുമോയെന്ന് പേടിച്ചിട്ട് വീട്ടിലിരുന്ന് കുറേ ആൾക്കാരില്ലേ, അങ്ങനെ പേടിച്ച പോലീസുകാരും ഉണ്ടായിരിക്കില്ലേ. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അവർ അന്ന് പുറത്ത് നിന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് സുരക്ഷിതരായിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ പോലും ഇവിടുത്തെ സിസ്റ്റം മൊത്തം റണ്ണായത്. അപ്പോൾ അതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ഈ പോലീസ്, പട്ടാളം തുടങ്ങി. ആ സമയത്ത് അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവിതം സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരുടെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ അവർ പലപ്പോഴും അവർക്ക് അവരുടെ പേഴ്സണൽ ആശയങ്ങളെക്കാളും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളെക്കാളും അവർക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ അവരോട് ഇത് ചെയ്യാൻ പറയുന്ന സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനൊരു കാര്യം നമ്മൾ ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കഥാപാത്രം കടന്നു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവും ആവുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറന്റെ അങ്ങേറ്റത്തേക്കിനടുത്ത് ആ പ്രദീപ് എന്ന് പറയുന്നത് ആ പ്രദീപാണ് അന്ന് ഞാൻ കാസർഗോഡിൽ നിന്ന് ഇന്ത്യ വിഷനിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്ത ക്യാമറമാനുണ്ട്. പ്രദീപ് അങ്ങനെയാണ്, ഫ്രണ്ടിലൊന്നും വരില്ല. പ്രദീപ് ഒന്ന് കൈ നോക്കണം. പ്രദീപ് എല്ലാവർക്കും ഒന്ന് കാണുന്നത് അതാ. ഓക്കെ, നമസ്കാരം ചേട്ടാ. ഓക്കെ, ഈ പ്രണവനോടൊരു ചോദ്യം വരുന്നുണ്ടായിരുന്നു. ആരുണ്ടാ മൈക്ക് വിളിച്ചു വരണം, അല്ലെങ്കിൽ ചോദ്യം കേൾക്കില്ല, ഉത്തരം മാത്രം കേൾക്കും. സോറി, മൈക്കൊന്ന് അല്ല ചോദിച്ചു. പ്രണവനോട് ചോദിക്കണം. പക്ഷെ കമ്പനി ഒരു ചോദ്യമുണ്ട്, അതിനൊപ്പം പ്രണവനോടും ഉണ്ട്. സംവിധായകനോട് ഞാൻ അഭിമുഖത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകൾ തെറി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു സിനിമ എടുക്കുക, എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യാമെന്ന് അറിയില്ല. അതുകൊണ്ട് സൗഹാർദ്ദപരമായി സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവുന്നതായിരുന്നു. ഒപ്പം പറഞ്ഞത് നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം പലപ്പോഴും മലയാള സിനിമയുടെ ഭാഗമായി അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളുകളും കൂടിയാണ്. കൂടുതലും സിനിമ പോലെയുള്ള മേഖലയിലേക്ക് അധികം വരാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു സമൂഹം കൂടിയാണ്. അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ പ്രൊഫഷണൽസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. അല്ലെങ്കിൽ ഒരു ജോലി തീർത്ത് അതിൻ്റെ കാശ് വാങ്ങുക എന്നതിലപ്പുറം അത്രയധികം അതിൽ ഇൻപുട്ട് ഇട്ടു എന്ന് സംവിധായകനും തിരക്കഥാകൃത്തും എന്നോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്ത് ചോദിക്കുകയാണ് നിങ്ങളോടും ഒപ്പം പ്രണവിനോടും. ആക്ച്വലി ഇത് അനുരാധേട്ടൻ തന്നെയാണ് അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. കാരണം അത് തന്നെയായിരിക്കും ബെസ്റ്റ്. ഇതിലൊരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ സിനിമ എക്സിക്യൂട്ടീവ് സ്ക്രിപ്റ്റ് വായിക്കുന്ന ഓരോ സീനിലും വായിക്കുന്ന നമുക്ക് അതിൻ്റെ എക്സിക്യൂഷൻ ലെവൽ ഏത് തരത്തിൽ ട്രിക്ക് ചെയ്യാമെന്ന് നമുക്ക് ഉള്ളിലുണ്ട്. അത് ബോധപൂർവമായി നമ്മളതിൽ ഒരു ഭയങ്കര എഫേർട്ട് നടത്തില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത് ഒരു 3 മാസം മുൻപേ വയനാട്ടിൽ പോയി നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയും ഗ്രൂം ചെയ്യുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ, ഇപ്പം ബേസിക് നീഡ്സ്, ഇപ്പോൾ സിനിമയിൽ പലപ്പോഴും ഇല്ലാത്ത തരത്തിലുള്ള ബേസിക് നീഡ്സ്, ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് സൗകര്യം, ഇതൊന്നും നമുക്ക് സാധാരണ ലൊക്കേഷൻ വലിയ ക്രൗഡ് വരുന്ന ലൊക്കേഷനൊന്നും ഉണ്ടാവാറില്ല. ബേസിക് നീഡ്സാണ് പറയുന്നത്. അപ്പോൾ നമ്മളേതാണ് ഒരു 15 ടോയ്ലറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ലീഡ്, ഇപ്പോൾ ടൊവി അടക്കം ഏറ്റവും താഴെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ കംഫർട്ട് ലെവലിൽ കൊണ്ടുപോകാം എന്ന ശ്രമം ഈ സിനിമയ്ക്ക് ആത്യന്തികമായി ഉണ്ടായിരുന്നു. അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിനായിരുന്നു അതിൽ പൂർണ്ണമായ തീരുമാനം ഉണ്ടായിരുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതാപേട്ടൻ, സക്കീർ ഖാൻ, അങ്ങനെ അരുൺ, പ്രണവ്, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തത് നമ്മൾക്കൊപ്പം. ഒരുപക്ഷെ നമ്മൾക്കാൾ മുന്നേ ഓടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തത് അതിൽ ടേക്ക് പാർട്ട് ആയതുകൊണ്ട് ഒരു കംഫർട്ട് സ്പേസ് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ ഡിസ്കംഫർട്ട് ആക്കിയിട്ട് കാര്യമില്ല. ഇപ്പം ബേസിക്കലി സ്ക്രീനിൽ വരുന്ന സാധനം ഇൻപുട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. തിയേറ്ററിൽ അതാണ് ഉണ്ടാവുക. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആർട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ചിലപ്പോൾ ശരിക്കും നമ്മൾ സ്ട്രെസ്സിൻ്റെ
പടുകുഴിയിലായിരിക്കും സംവിധായകൻ ചിലപ്പോൾ ഉണ്ടാവുക. എന്നാൽ പോലും അത് നമ്മൾ റിഫ്ലക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ മറ്റ് സംവിധായകരോട് വർക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ നല്ലതുണ്ടാക്കാം, എങ്ങനെ ചീത്തയായിട്ടുണ്ടാക്കാം എന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉള്ളിലുള്ളതായിരിക്കാം. നമ്മൾ വെറുതെ കിടന്ന് ബഹളം വയ്ക്കുകയോ വെറുതെ കിടന്ന് ഷോ ചെയ്യുകയോ ചെയ്താൽ അത് ആ സിനിമയുടെ ആ സമയത്തെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കുകയും ആ ഒരു ദിവസം ഷൂട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 5 ദിവസം ഷൂട്ട് ചെയ്താലും തീരില്ല. ഇപ്പം എനിക്ക് ഈഗോ ഒന്ന് വെറുതെ എന്തെങ്കിലും ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ ടോവിക്ക് അതിനേക്കാൾ ഈഗോ വരും. ടോവിക്ക് ചിലപ്പോൾ അതിനേക്കാൾ റിയാക്ട് ചെയ്യേണ്ടി വരും. ഒരു കാര്യമില്ലാത്ത കാര്യം അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു ടീം വർക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ടീം വർക്കിൻ്റെ ഔട്ട്പുട്ടാണ് ഈ സിനിമ. ശരിക്കും നമ്മൾക്ക് നമ്മളുടെ സൗഹൃദത്തിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഫോൺ വിളിച്ചോ നേരിട്ടിരിക്കുമ്പോഴോ ഒച്ച വയ്ക്കാം, ബഹളം വയ്ക്കാം. പക്ഷെ ഒരു സിനിമ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ഓഫീസിനകത്ത് വരുന്ന ആരും അങ്ങനെ ഷൗട്ട് ചെയ്യുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലോ. അതേപോലെ തന്നെ സിനിമാ സെറ്റും അത്രയും തന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ഥലവും അവിടെ കിടന്ന വഴക്കുകളെക്കാളും ഉണ്ടാവേണ്ടത്. അതായത് ഇത് ഭയങ്കര ഇത് അനുരാജ് പറയുമ്പോൾ എനിക്ക് തന്നെ വൗച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അനുരാജ് ഇങ്ങനെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. പറഞ്ഞ സമയത്തിന് വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഈ സിനിമയുടെ ഷൂട്ടും തീർന്നു. അതിനർത്ഥം ഇതാണ് ഇതും ശരിയായ രീതിയാണ് വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ്.